പറഞ്ഞിട്ട് കാര്യമില്ല. തേജസ്വി യാദവിന് മുന്നിൽ ബി.ജെ.പി തകർന്നടിഞ്ഞു. ഇത്രയും വലിയ ഗതികേട് ബി.ജെ.പിക്ക് ഇനി ബീഹാർ മണ്ണിൽ വരാനില്ല. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തി പോയി എന്ന് വേണം പറയാൻ. തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ വളച്ചു പിടിച്ചാണെങ്കിലും ആയുധമാക്കി മാറ്റുന്ന ബി.ജെ.പി ഇത്തവണ ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവിനായി വില്ല് കുലിച്ചെങ്കിലും ബി.ജെ.പി കിട്ടി തന്നെ തറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കൂടിയാണ് വല്ലാത്തൊരു ഗതികേടായി ബി.ജെ.പിയുടേതെന്ന് പറയാൻ കാരണം. അധികാര രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷം കൊയ്യാനായി ബി.ജെ.പി ഒരു മീൻ വിഷയത്തിൽ സനാതന ധർമ്മവും കൂട്ടിക്കലർത്തി തേജസ്വി യാദവിനെ പൂട്ടാനൊരുങ്ങിയപ്പോൾ ഞാൻ ബി.ജെ.പിക്കാരുടെ കുബുദ്ധി പ്രതീക്ഷിച്ചതാണെന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ രംഗത്തെത്തിയതോടെ ബി.ജെ.പി പെട്ടുപോയി തന്നെ പറയാം. അതായത് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്താൻ പെടാപ്പാട് പെടുന്ന ബി.ജെ.പിയെ മീൻ വലയിൽ കുരുക്കി മുൻ ഉപമുഖ്യമന്ത്രിയും ആർ.ജെ.ഡി നേതാവുമായ തേജസ്വി യാദവ്. ഹെലികോപ്റ്റർ യാത്രയ്ക്കിടെ വികാസ്ശീൽ പാർട്ടി തലവൻ മുകേഷ് സഹ്നിയുമായി റൊട്ടിക്കൊപ്പം മീൻ കഴിക്കുന്ന ദൃശ്യം തേജസ്വി പങ്കുവച്ചത് നവരാത്രിയോട് ബന്ധിപ്പിച്ച ബി.ജെ.പി പ്രചാരണായുധമാക്കിയിരുന്നു. എന്നാൽ നവരാത്രിക്ക് ഒരു ദിവസം മുൻപ് 8-ന് ചിത്രീകരിച്ച വീഡിയോയിലെ തീയതി നോക്കാതെയായിരുന്നു ബി.ജെ.പിക്കാർ മീൻ വലയിലേക്ക് എടുത്തു ചാടിയത്. സീസണൽ സനാതനിയാണ് തേജസ്വി എന്ന കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആരോപിച്ചു. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നുമുള്ള സഗ്നിക്കൊപ്പം മീൻ കഴിച്ചതിനെ വിവാദമാക്കിയ ബി.ജെ.പിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങി. ഇതോടെയാണ് കാര്യങ്ങൾ വെളിച്ചത്ത് വന്നതും ബി.ജെ.പിക്കാർക്ക് തങ്ങളുടെ വിവരശൂന്യത മനസ്സിലായതും. ഇവിടെയാണ് തേജസ്വി താൻ ബി.ജെ.പിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന ഗോദി മീഡിയയുടെയും ബുദ്ധി പരിശോധിക്കുകയാണെന്ന് പരിഹസിച്ചത്. ഇതോടെ പെട്ടിയും കിടക്കയും എടുത്ത് ബി.ജെ.പി സ്ഥലം വിടേണ്ടി വന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ബി.ജെ.പിക്ക് വിനയായി മാറുമ്പോൾ 400 സീറ്റ് എന്ന സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ച ബി.ജെ.പിക്ക് ആ വിഭാഗത്തിന്റെ രൂക്ഷ വിമർശനവും എതിർപ്പും കൂടിയായതോടെ സംഗതി പൂർണ്ണം.